വൈദ്യപഥം. ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. വൈദ്യപഥത്തിലേക്ക് സ്വാഗതം. ഗർഭധാരണത്തിന് മുൻപുള്ള ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമായ ഗർഭകാലം ഉറപ്പാക്കുന്ന വൈദ്യശാസ്ത്രപരമായ പിന്തുണയാണ് ഗർഭകാലപൂർവ്വ പരിചരണം. വൈദ്യപഥത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലൂടെ ഗർഭകാലപൂർവ്വ പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സുൽത്താൻ ബത്തേരി താലൂക്ക് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതി തന്ത്ര വിഭാഗം നാം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി ഭരതൻ. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി ഭരതൻ, താലൂക്ക് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതി തന്ത്ര വിഭാഗം നാം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രീകൺസെപ്ഷണൽ കെയർ ഇൻ ആയുർവേദ എന്നതാണ്. പലരും കരുതിയിരിക്കുന്നത് ഈ ഒരു ഗർഭിണിയായ ശേഷമാണ് കുഞ്ഞിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലേക്കുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കൺസീവ് ആവുന്നതിൻ്റെ കുറേ മാസങ്ങൾക്ക് മുന്നേ തന്നെയാണ്. ഇന്ന് ലോകമെമ്പാടും നമ്മളെ വന്ധ്യത കൂടുന്നതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതുപോലെ ഗർഭകാലത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രമേഹം, അമിതവണ്ണം, തൈറോയിഡ് പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഈവൻ ചെറുപ്പക്കാരിൽ വരെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യരംഗത്തെ വലിയ വെല്ലുവിളികളാണ്. അതോടൊപ്പം നമ്മൾ കുട്ടികളിൽ കാണുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ADHD, മറ്റ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്നിവയെക്കുറിച്ചുള്ള അവബോധമൊക്കെ ഇപ്പം വളരെ വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെയൊക്കെ കാരണം ഒരൊറ്റ കാരണമൊന്നുമല്ല. പക്ഷേ ജനിതക ഘടകങ്ങൾ, അതുപോലെ ഗർഭകാലത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതി ഘടകങ്ങൾ തുടങ്ങി പല കാരണങ്ങളും ഇതിൽ പങ്കുവഹിക്കും. എന്നാൽ ഗർഭധാരണത്തിന് മുന്നേ നമ്മൾ അമ്മയായാലും അച്ഛനായാലും ഒരു മെച്ചപ്പെട്ട ആരോഗ്യം സ്വീകരിക്കുന്നതിലൂടെ ഗർഭധാരണത്തിനും അതുപോലെ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഒരു മികച്ച സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രവും പറയുന്നു. നമ്മുടെ ആയുർവേദത്തിൽ ഈ ഒരു ആശയം ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് തന്നെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആയുർവേദത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 4 പ്രധാന ഘടകങ്ങളാണ് ഈ ഒരു ഗർഭത്തിൻ്റെ സൃഷ്ടിയിൽ ആവശ്യമായിട്ടുള്ളത്. അതായത് ഋതു, ക്ഷേത്രം, അമ്പു, ബീജം. ഓരോന്നും വ്യക്തമായി പറഞ്ഞുതരാം. അപ്പം ആദ്യം തന്നെ ഋതു എന്നാണ് പറയുന്നത്. അതായത് ഗർഭധാരണത്തിന് അനുയോജ്യമായിട്ടുള്ള സമയം. അപ്പം എപ്പോഴാണ് നമ്മൾ നോക്കുക? സ്ത്രീയുടെ ആർത്തവ ചക്രത്തിൽ നമ്മുടെ ഓവുലേഷൻ നടക്കുന്നൊരു ടൈമിനെയാണ് ആയുർവേദത്തിൽ ഋതു എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ക്ഷേത്രം, അതായത് ഗർഭാശയവും ജനനേന്ദ്രിയം ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ത്രീയുടെ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും ആരോഗ്യമുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് രോഗമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് കൺസീവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക. അടുത്തത് അമ്പു, അതായത് ഗർഭത്തിന് ആവശ്യമായ പോഷണം ലഭിക്കുന്ന സാഹചര്യം. അതിനെന്താണ് നമുക്ക് ആവശ്യം? അമ്മ അല്ലെങ്കിൽ മാതാവിൻ്റെ ശരീരത്തിൽ നല്ല പോഷകാവസ്ഥ ഉണ്ടായിരിക്കണം. അതുപോലെ ആരോഗ്യകരമായൊരു ജീവിതശൈലിയും ഇതിൽ ഉൾപ്പെട്ടിട്ട് പറയുന്നുണ്ട്. അതായത് അമ്മ നല്ല ആരോഗ്യമായിട്ടുള്ളൊരു ജീവിതശൈലി ശീലിക്കുന്ന ഒരാളായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ബീജമാണ്. അതായത് സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ശുക്ലവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആയുർവേദത്തിൽ ബീജത്തിന്റെ ഗുണനിലവാരത്തിന് വളരെ പ്രധാനമുണ്ട്. അതായത് ബീജത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടീനെ എഫക്ട് ചെയ്യുന്നു നമ്മൾ പറയുന്നു. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നല്ല ഉചിതമായുള്ള ഒരു കാലത്ത് നല്ല ഉഴുതു മറച്ചിട്ടുള്ള ബലപുഷ്ടിയുള്ള മണ്ണിൽ നമ്മൾ വിതയ്ക്കുന്ന നല്ല ആരോഗ്യകരമായിട്ടുള്ള വിത്ത്, അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കുന്നു, വളമൊക്കെ കൊടുത്താൽ അത് നല്ലൊരു ചെടിയായി വളരില്ലേ? അതുപോലെ തന്നെയാണ് ഈ 4 ഘടകങ്ങളും നമ്മൾ പറയുന്നത്. ഇത് 4ഉം നല്ല രീതിയിൽ ശരീരത്തിൽ ഉണ്ടായാൽ മാത്രമാണ് ആരോഗ്യവാനായിട്ടുള്ളൊരു സന്താനം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ആയുർവേദത്തിൽ പറയുന്നത്. നമുക്കിനി നോക്കാം ഈ പ്രീകൺസെപ്ഷണൽ കെയർ എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നതെന്ന്. ആദ്യമായി പറയുന്നത് ദമ്പതികളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെയോ ഗർഭധാരണത്തിന് മുമ്പ് ശരീരത്തിനെയും മനസ്സിനെയും സജ്ജമാക്കുന്നു. പിന്നെ എന്താ, നമ്മൾ നേരത്തെ ഇത് തുടങ്ങുന്നതുകൊണ്ട് വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ലക്ഷണങ്ങളൊക്കെ നേരത്തെ കണ്ടെത്തി നമുക്ക് ചികിത്സിക്കാനും പറ്റും. പിന്നെ ഗർഭകാലത്തുണ്ടാകുന്ന സങ്കീർണതകൾ, അതായത് കോംപ്ലിക്കേഷൻസിന്റെ സാധ്യത ഇതുമൂലം കുറഞ്ഞു വരുന്നു. അതുപോലെ ആരോഗ്യവാനായ കുഞ്ഞിന്റെ ജനനത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആയുർവേദത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രീകൺസെപ്ഷണൽ കെയർ ആയിട്ട് ചെയ്യുന്നത്? ആദ്യം തന്നെ പറയുന്നത് ശരീര ശുദ്ധീകരണം അഥവാ ശോധനം. അതായത് ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചകർമ്മ ചികിത്സ നമ്മൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ദോഷങ്ങൾ, ശരീരത്തിലുള്ള ദോഷങ്ങളൊക്കെ സന്തുലിതാവസ്ഥയാവും. അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഗർഭധാരണത്തിന് ശരീരത്തിന് ഒരുക്കാനും കൂടെ നമുക്ക് സാധിക്കുന്നു. അടുത്തതായി രസായന ചികിത്സയാണ് പറയുന്നത്. രസായന ചികിത്സ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ധാതുക്കളുടെയൊക്കെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. വ്യക്തിയുടെ
പ്രകൃതി, അതുപോലെ തന്നെ രോഗാവസ്ഥ, പ്രായം എന്നിവയൊക്കെ പരിഗണിച്ചാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. അതായത് എല്ലാവർക്കും ഒരേപോലത്തെ ട്രീറ്റ്മെൻ്റ് അല്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ആധുനിക ശാസ്ത്രവും നമ്മുടെ കൺസീവ് ചെയ്യുന്നതിന് മുന്നേ ആരോഗ്യ പരിശോധന ചെയ്യണമെന്നും ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുക്കണമെന്നും പ്രമേഹം, തൈറോയിഡ്, അമിതവണ്ണം തുടങ്ങിയ രോഗങ്ങളുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കണമെന്നും പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കണമെന്നും ജീവിതശൈലി മെച്ചപ്പെടുത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇതിനൊക്കെ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്തായിരിക്കും കാരണം? ഒരു ആരോഗ്യമുള്ള ഒരു അമ്മയും വേണം, നമുക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞും വേണം. ഇത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. വെറുതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളതല്ല കാര്യം. നമ്മൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. എന്നുവെച്ചാൽ അതൊരു കുഞ്ഞിൻ്റെ മാത്രം കാര്യമല്ല, വരാൻ പോകുന്നൊരു തലമുറയെ വാർത്തെടുക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 3 മാസം മുന്നെങ്കിലും നിങ്ങളിതിന് തയ്യാറെടുക്കണം. അതിനായിട്ട് നല്ല ജീവിതശൈലി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ വിദഗ്ധരുടെ സഹായം തേടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഒരു അസുഖമുള്ളൊരു കുട്ടി നമ്മുടെ കുടുംബത്തിൽ ജനിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതൊരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, അതൊരു കുടുംബത്തിൻ്റെ മൊത്തം പ്രശ്നമായി. അത് സാമൂഹികമായി അവരെ അലട്ടുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. ആ കുഞ്ഞ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് എന്തായിരിക്കും? അതിനൊന്നും നമ്മൾ ഇടവരുത്തേണ്ട ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് കൃത്യമായി നമുക്ക് കുഞ്ഞിന് ആവശ്യമുണ്ട് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രീ കൺസെപ്ഷൻ കെയർ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യണം. ഇനിയെങ്കിലും നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വൈദ്യപഥത്തിൽ ഇത് ശ്രോതാക്കൾ കേട്ടത് ഗർഭകാലപൂർവ്വ പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വിവരങ്ങൾ പങ്കുവച്ചത് സുൽത്താൻ ബത്തേരി താലൂക്ക് ആയുർവേദ ഹോസ്പിറ്റലിലെ പ്രസൂതി തന്ത്ര വിഭാഗം നാം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി ഭരതൻ. ഇതോടെ ഇന്നത്തെ വൈദ്യപഥം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വൈദ്യപഥം, ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. വയനാടിൻ ഈണമായി വയനാടി